ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആണ്. ഇപ്പോൾ രാവിലെ നമ്മൾ നേരത്തെ എണീച്ച സമയത്ത് ഈ കിച്ചണൊക്കെ നല്ല വൃത്തിയായിരിക്കും. കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു മനസ്സിന് ആശ്വാസമായിരിക്കാം കേട്ടോ. ഒരുപാട് വലിച്ചു വാരിയിടാണ്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചാൽ തന്നെ കിച്ചണിലേക്ക് കയറുമ്പോൾ ഒരുപാട് പണി കുറഞ്ഞ പോലെ തോന്നിക്കും. നമുക്ക് രാവിലെ പണിയൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് കൗണ്ടർ ടോപ്പ് തുടച്ചു കൊടുത്താൽ മാത്രം മതി. ലഞ്ചിനുള്ള പച്ചക്കറിയൊക്കെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. കുറച്ച് ജസ്റ്റ് ഉപ്പൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ഇട്ട് വെച്ചിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ഞാനത് അരിയാൻ വേണ്ടിയിട്ട് എടുക്കുള്ളൂ. അപ്പോൾ ഈ തക്കാളിയൊക്കെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ അതിൻ്റെ അണുക്കളൊക്കെ പോയി കിട്ടുള്ളൂ. അപ്പോൾ നല്ല പോലെ ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് സ്പെഷ്യൽ പറഞ്ഞാൽ കുറച്ച് നെയ്ച്ചോറും അങ്ങനത്തെ കുറച്ച് ഗ്രേവി ആ ഉച്ചയ്ക്കത്തെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ആ പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുന്ന ടൈമിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ പിന്നെ മെല്ലെ റെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാമെന്നുള്ളതിൽ വേഗം വെച്ചെടുക്കുകയാണ്. അപ്പോൾ സ്കൂളിലേക്ക് കൊടുത്തയക്കാനും പാടില്ല. അപ്പോൾ ചിക്കൻ നല്ല പോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ മുളക് പൊടി അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ആ ഒരു മസാല മിക്സ് ഉണ്ടാക്കി വെക്കുകയാണ്. കാരണം ചിക്കൻ വറുക്കുമ്പോൾ ഞാൻ മുട്ട അതിൽ ആഡ് ചെയ്യാറില്ല. അപ്പോൾ ഇപ്രാവശ്യം മുട്ട ഒഴിച്ചിട്ട് പിന്നെ കോൺഫ്ലവർ ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചെയ്യണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് അങ്ങനെ മാറ്റി ചെയ്യാണ് കേട്ടോ. പിന്നെ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെയാണ് ഓർത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തു. സാധാരണ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന ടൈപ്പ് തന്നെയാണ്, എന്നാലും അതൊന്നൊരു വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാന്നുള്ള രീതിക്ക് ചെറുതായി ഗ്രേവി ടൈപ്പിന് അങ്ങനെ ചെയ്താൽ കേട്ടോ. അപ്പോൾ സവോളയൊക്കെ അതിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അത് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് തന്നെ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അതിലേക്കൊന്ന് മല്ലിയില സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അടച്ചു വെച്ച് വന്നിട്ട് പിന്നെ നമ്മൾ ഈ സവോളയിൽ തക്കാളി ആഡ് ചെയ്തു. നല്ല പോലെ ഒന്ന് ആ തക്കാളി വെന്ത് കിട്ടണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് മൂന്നും കൂടെ അരച്ചെടുത്തതും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് പൊടിയുപ്പും പിന്നെ കുറച്ച് കല്ലുപ്പും അങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ടേസ്റ്റ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തൈരും കൂടെ ആഡ് ചെയ്തെടുത്തു. ഇപ്പോൾ മസാലയിൽ നമ്മൾ സാധാരണ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതൊക്കെയാണ് ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഒക്കെ ചെയ്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് എല്ലാതും. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തത് ഗരം മസാല പൊടിയാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് വേണ്ടി ചിക്കൻ കുറച്ച് കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് എല്ലുള്ള പീസുകളാണ്. അപ്പോൾ അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക ചെയ്യാറ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയില വെള്ളമാണെങ്കിൽ ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൊണ്ടൊന്ന് സെറ്റാക്കി അടച്ച് വെക്കുക ചെയ്തത്. പിന്നെ നമ്മൾ എല്ലാവരും ഉണ്ടാക്കുന്ന ടൈപ്പ് തന്നെ ആവും, പക്ഷേ ടേസ്റ്റ് ചെറുതായിട്ടൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഞാൻ സാധാരണ ഉണ്ടാക്കുന്നതിലും കുറച്ച് മാറ്റിപ്പിടിച്ചാണ് ചെയ്തത്. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വേണം നമുക്കൊന്ന് കഴിക്കാൻ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ മാഗ്നേറ്റ് ചെയ്ത ചിക്കനും കൂടെ നമ്മളൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പെണ്ണുങ്ങൾക്ക് വേഗം പണി തീർത്തിട്ട് ഒന്ന് പോയിട്ട് കിടക്കാതെ തോന്നും. ചില സമയത്ത് വേറെ എന്തെങ്കിലും പണി ചെയ്യാൻ തോന്നും. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ പെട്ടെന്ന് പണിയെടുത്ത് കഴിഞ്ഞാൽ കഴിയും. അതേസമയം നമ്മൾ നല്ല ലഞ്ചൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ വേഗം നേരത്തെ എണീച്ചിട്ട് അത്യാവശ്യം പണികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല. രാത്രി തന്നെ പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ കോഴി വറുത്ത എണ്ണയിൽ നമുക്ക് പപ്പടം വറുത്തെടുക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. എണ്ണയും വേസ്റ്റ് ആവില്ല. എന്തായാലും ഈ കോഴി വറുത്ത എണ്ണ പിന്നെ നമ്മൾ യൂസ് ചെയ്യാറില്ല അധികം. 2 ദിവസങ്ങളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ആ എണ്ണയിൽ തന്നെ നമ്മൾ വേറെ എണ്ണ എടുക്കാണ്ട് ഇങ്ങനെ പപ്പടം പൊരിച്ചെടുത്താൽ മതി കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും. ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അസ്സലാമു അലൈക്കും.